വിശുദ്ധ കുർബാനയും കുമ്പസാരത്തെയും അവഹേളിക്കുന്ന മുൻ ന്യായാധിപൻ കമാൽ പാഷയെക്കുറിച്ച് ഈ കൂട്ടരുടെ എല്ലാ മനോഭാവം ഒന്നു തന്നെയാണ്. ആയതിനാൽ തന്നെ വേടൻ പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല. പറഞ്ഞു വരുന്നത് കന്യാസ്ത്രീകളുടെ രക്ഷകനായി അവതരിച്ച റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷയെക്കുറിച്ചാണ്. ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ കന്യാസ്ത്രീകൾ വഞ്ചി സ്ക്വയറിൽ പ്രതിഷേധ സമരം നടത്തിയപ്പോൾ ആ പ്രതിഷേധത്തിന്റെ നെടുനായകത്വം വഹിച്ചത് ജസ്റ്റിസ് കമാൽ പാഷയായിരുന്നു. അന്ന് നിശിതമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ജസ്റ്റിസ് കമാൽ പാഷ. പിന്നീട് പലപ്പോഴും സഭാ വിമതന്മാർക്ക് ഊർജം പകർന്നു കൊടുത്തതും ഇതേ കമാൽ പാഷ തന്നെയായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുമുണ്ട്. എന്തുകൊണ്ടാണ് കമാൽ പാഷയ്ക്ക് ഇത്ര സഭാവിരോധം? കന്യാസ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ ബിഷപ്പിനെ വെറുതെ വിട്ട കോടതി നടപടിക്കെതിരെയും അദ്ദേഹം വിമർശനം ഉയർത്തിയത് എല്ലാവരും കണ്ടതാണ്. കോടതിയുടെ കണ്ടെത്തൽ തല തിരിഞ്ഞു പോയോ എന്ന് സംശയമുണ്ട്. ഇരയായ കന്യാസ്ത്രീയെ എങ്ങനെ അവിശ്വസിക്കാമെന്ന് റിസർച്ച് ചെയ്തതുപോലെയാണ് വിധിന്യായം കണ്ടാൽ തോന്നുക. കന്യാസ്ത്രീയെ എങ്ങനെ വിശ്വസിക്കാമെന്നല്ല, എങ്ങനെ അവിശ്വസിക്കാമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതാണ് ഇവിടെ പ്രശ്നം. അവിശ്വസിക്കാൻ മാത്രമുള്ള കാരണങ്ങൾ ബാലിശമാണ്. വിധി വളരെ വികലമാണ്. കന്യാസ്ത്രീക്ക് കൂടുതൽ വില കൽപ്പിക്കണമായിരുന്നു. എന്നാൽ വിധിന്യായത്തിൽ അത് കണ്ടില്ല. നീതിന്യായ വ്യവസ്ഥയെ 35 വർഷം പിന്നോട്ടടിക്കുന്ന വിധി. ഇതൊക്കെയാണ് വിധി വന്നപ്പോൾ കമാൽ പാഷ പറഞ്ഞത്. ഒരു ജഡ്ജിക്കെതിരെ ജഡ്ജി ആയിരുന്നയാൾ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതും പൊതുജനം കണ്ടു. വളരെ വിശദമായ വിധി പ്രസ്താവങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിൽ ആർക്കും നാണക്കേട് തോന്നുന്ന രീതിയിൽ ചാനൽ ചർച്ചകളിലും മറ്റും കമാൽ പാഷ മറുപടി പറഞ്ഞു. ഏതൊരു കോടതി വിധിയും മാനിക്കുന്നത് ജനാധിപത്യ സംസ്കാരത്തിന്റെ ഒരു ശീലമാണ്. അത് മറന്നുകൊണ്ടാണ് അദ്ദേഹം പലയിടത്തും സംസാരിച്ചത്. ഇപ്പോൾ അയാൾ കത്തോലിക്കരുടെ വിശുദ്ധ കുർബാനയും കുമ്പസാരത്തെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പാണ് സോഷ്യൽ മീഡിയ ലോകത്ത് വിവാദമായിരിക്കുന്നത്. മുമ്പൊരിക്കൽ കന്യാസ്ത്രീമാർക്ക് വേണ്ടിയുള്ള ഒരു യോഗത്തിൽ കമാൽ പാഷ സംസാരിച്ച ചില വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നെഗറ്റീവ് വാർത്താ വിഭാഗത്തിൽ വൈറലായിരിക്കുന്നത്. വിശുദ്ധ കുർബാനയും കുമ്പസാരത്തെയും ഒക്കെ പച്ചയ്ക്ക് ആക്ഷേപിക്കുന്ന തരത്തിലാണ് അന്ന് ജസ്റ്റിസ് കമാൽ പാഷ സംസാരിച്ചത്. അന്ന് ജസ്റ്റിസ് കമാൽ പാഷ സംസാരിച്ച ചില വാക്കുകളിലേക്ക്. ഇന്ന് കുർബാന അർപ്പിച്ച വന്നോന്ന് ചോദിച്ചാൽ ചീത്ത വിളിക്കുന്ന കാലമാണ് സ്ത്രീകൾ ഭയന്ന്. കാരണം അവർക്ക് ആക്ഷേപമാണ് ചോദിക്കുന്നത്. എവിടെ പോയിരുന്നതാണ് ഇത്? ഇന്നത് അതായത് കുർബാന എന്നല്ലല്ലോ എന്തായാലും പറയുന്നത്, ഞാൻ മറന്നുപോയി. ഈ കൂട്ടിക്കയറി പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇതിനൊരു മാറ്റം ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ. ഇതല്ല വേണ്ടത്. സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ള ഒരു ജനതയാണ് നമ്മുടെ കേരളത്തിലെങ്കിലും ഉള്ളത്. അതൊന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ ഇവരുടെ ഈ ധാർഷ്ട്യം ഉണ്ടല്ലോ താനേ താഴെ വീഴും. ഇനി ഞാൻ കൂടുതൽ പറയാൻ പോയാലേ വേറെ വല്ല കുഴപ്പങ്ങളും ഒക്കെ പറഞ്ഞു പോകും വിളിച്ച്. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇന്ന് കുർബാന അർപ്പിച്ചു വന്നോ എന്ന് ചോദിച്ചാൽ ചീത്ത വിളിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഭയന്ന് അവർക്ക് ആക്ഷേപമാണ് ചോദിക്കുന്നത്. എവിടെ പോയിരുന്നതാണ്? അല്ലെങ്കിൽ കൂട്ടിൽ കയറി പറയുന്ന ഒരു സാധനമുണ്ട്, അതിന്റെ പേരെന്താണ്? ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകണം നമ്മുടെ നാട്ടിൽ. സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ള ഒരു ജനതയാണ് നമ്മുടെ കേരളത്തിലെങ്കിലും ഉള്ളത്. അതൊന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ ഇവരുടെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, ഇത് താനേ താഴെ വീഴും. ഇനി ഞാൻ കൂടുതൽ പറയാൻ പോയാൽ വേറെ വല്ല കുഴപ്പങ്ങളുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകും. ഇതായിരുന്നു അന്ന് ഈ റിട്ടയർഡ് ജസ്റ്റിസിന്റെ വാക്കുകൾ. മുൻ ന്യായാധിപനായിരുന്ന കസേര നിങ്ങൾ മറന്നു പോകരുത്. തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ അത് ഉൾക്കൊള്ളില്ല. നിങ്ങൾക്ക് ഈ അഭിപ്രായമൊക്കെ പറയാൻ കഴിയുന്നത് ഇത് കേരളമായതുകൊണ്ടും ക്രിസ്ത്യാനികളോട് ആയതുകൊണ്ടുമാണ്. സ്വന്തം മതത്തിൽ ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്ക്, അപ്പോൾ കാണാം കളി. നിങ്ങൾ ഒട്ടും പറയുകയുമില്ല. മതത്തിനുള്ളിൽ തളച്ചിട്ട് മതം പറയുന്നത് പോലെ ജീവിക്കുന്ന ജനത എങ്ങനെയാണ് സ്വതന്ത്രമായി ചിന്തിക്കുന്നത്? അത്തരം മതത്തിന്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട വ്യക്തിയല്ലേ താങ്കളും? താങ്കൾക്കും സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുമോ? പക്ഷേ മതത്തിന്റെ അടിമ പറയുന്ന പോലെ നിങ്ങൾ മറ്റുള്ളവരോട് സ്വതന്ത്രമായി ചിന്തിക്കാൻ പറയരുത്. സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി നിങ്ങൾ കാണിച്ചിട്ട് വാ ആദ്യം. അപ്പോൾ നിങ്ങൾ സ്വതന്ത്ര ചിന്തകനാണെന്ന് വിശ്വസിക്കാം. ഇപ്പോൾ ഇവിടെ വർഗീയത പറഞ്ഞ് നിങ്ങൾ സ്വയം മോശമാവുകയാണ് ചെയ്യുന്നത്. സ്വന്തം ശരീരവും വീടും ശുദ്ധിയാക്കിയിട്ട് പോരെ അന്യന്റെ വീട്ടിലെ ശുദ്ധിക്കുറവിനെ കുറിച്ച് പറയാൻ? നിങ്ങളൊന്ന് കണ്ണാടിയിൽ നോക്കുന്നത് നല്ലതാ. സമുദായത്തിലെ സ്ത്രീകളെ കറുപ്പിനുള്ളിൽ മൂടിപ്പൊതിഞ്ഞു വെച്ചിട്ടാണ് ഇങ്ങനെ ക്രിസ്ത്യാനികളിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത്. കന്യാസ്ത്രീകളോട് എന്തിനാണ് കമാൽ പാഷയ്ക്ക് ഇത്ര പ്രത്യേക സ്നേഹം?
നസ്രാണികളുടെ വിശ്വാസം കറകളഞ്ഞതാകണമെന്നും കന്യാസ്ത്രീകളുടെ കന്യകാത്വത്തിന്റെ പടയാളിയാകണമെന്നും വലിയ നിർബന്ധമാണ് ഈ മുൻ ന്യായാധിപന്. അതിന് ബലം കൊടുക്കാൻ എട്ടും പൊട്ടും തിരിയാത്ത തട്ടക്കാരി കൊച്ചുങ്ങളെയും പ്ലക്കാർഡും പിടിച്ച് ഇരുത്തി വെയിൽ കൊള്ളിക്കും. ഇതിന്റെ 4/1 അധ്വാനിച്ചാൽ അവനവന്റെ സമുദായത്തിലെ പുഴുക്കുത്തുകൾ അല്പം മാറ്റിക്കളയാമായിരുന്നു. ആ പെണ്ണുങ്ങളെ മനുഷ്യരെ പോലെ നടക്കാൻ സഹായിക്കാമായിരുന്നു. സ്വന്തം മതത്തിലെ സ്ത്രീകളുടെ അനീതിയിലും കഷ്ടപ്പാടുകളിലും ഒന്നും കമാൽ പാഷയ്ക്ക് ആകുലതയില്ല. എന്നാൽ ക്രൈസ്തവ സ്ത്രീകളെക്കുറിച്ചും കന്യാസ്ത്രീകളെക്കുറിച്ചും വളരെയധികം താല്പര്യവും അവരുടെ കാര്യത്തിൽ ഏറെ ആശങ്കയുമാണ്. കമാൽ പാഷയോട് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ സ്വന്തം മതത്തിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം. അവിടെ നടക്കുന്ന മദ്രസ പീഡനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ മുന്നിൽ നിന്ന് പടപൊരുത്തണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മറ്റു മതത്തെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയുള്ളൂ. സ്വന്തം കണ്ണിൽ വലിയ കോലിരിക്കുമ്പോൾ അന്യരുടെ കണ്ണിലെ കരടെടുക്കാൻ നടക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് കമാൽ പാഷ? പണ്ട് ന്യൂനപക്ഷ വിദ്യാഭ്യാസ മേഖലയിലെ ക്ഷേമ പദ്ധതികളിൽ ഏർപ്പെടുത്തിയ 80-20 അനുപാതം ഹൈക്കോടതി റദ്ദാക്കിയതിനോട് ജസ്റ്റിസ് കമാൽ പാഷ രൂക്ഷമായി പ്രതികരിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനം കണ്ടതാണ്. മുസ്ലിങ്ങൾക്കുള്ളത് വിഭജിക്കുകയല്ല വേണ്ടത് എന്നായിരുന്നു കമാൽ പാഷയുടെ വാക്കുകൾ. അന്ന് കമാൽ പാഷയിലെ വർഗീയ മുഖമാണ് ഏവർക്കും ദർശിക്കാനായത്. അതൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുമുണ്ട്. കമാൽ പാഷയെ പോലുള്ള മുൻ ന്യായാധിപന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ തികഞ്ഞ മതേതര വാക്കുകൾ തന്നെയാകണം. മുമ്പൊരിക്കൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കമാൽ പാഷയെ പേരെടുത്ത് പറയാതെ വിമർശിച്ചിരുന്നു. അതോടൊപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു യുവ നേതാവ് കമാൽ പാഷ സംസാരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അംബാസിഡറെ പോലെയാണെന്നും അദ്ദേഹം ആ രീതിയിൽ അധപതിച്ചെന്നും പറയുകയുണ്ടായി. അപ്പോഴൊന്നും അവർക്കൊപ്പം നിന്ന് താങ്കളെ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിന്റെ വേരന്വേഷിക്കുവാനോ ക്രിസ്ത്യാനികൾ ആരും പോയില്ല. ഇപ്പോൾ അതൊക്കെ സത്യമാണെന്ന് ബോധ്യമാക്കുന്ന രീതിയിലേക്കാണ് കമാൽ പാഷയുടെ പോക്ക്. മറ്റൊരു മതത്തെയും വിശ്വാസങ്ങളെയും മുറിപ്പെടുത്തിയാകരുത് മിടുക്കനാകേണ്ടത് എന്ന് മുൻ ചീഫ് ജസ്റ്റിസിന് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. മുൻ ചീഫ് ജസ്റ്റിസ് ഇനിയെങ്കിലും മത തീവ്രവാദ സംഘടനകളുടെ കൈകളിലെ ചട്ടുകമായി ക്രൈസ്തവർക്കെതിരെ ശബ്ദിച്ച് സ്വന്തം വില ഇനിയും കളയരുതേ എന്ന് മാത്രം വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.